രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നടപടി കടുപ്പിക്കുമെന്ന് നേതൃത്വം ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട്. പരാതി ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും നന്ദുഷ കൂടി ചേരുന്നുണ്ട്. നന്ദുഷ, നേരത്തെ ഫെനി നൈനാന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു നാടകമാണ്, തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി നിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പ്രചരണമൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ തിരക്കിട്ടൊരു പോലീസ് നടപടിയും കേസും അന്വേഷണവും ഒക്കെ പോകുന്നത് കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്. മാത്രമല്ല സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ സ്വർണ്ണ കവർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിലെന്ന ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇങ്ങനെ ഉയർത്തിയിരുന്നു. അതൊരു പ്രതിരോധമാണ്. ആ പ്രതിരോധം അതിനിടയിലാണ് ഇപ്പോൾ ഗൗരവമായ മറ്റൊരു പരാതി കൂടി ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ആദ്യത്തെ പരാതിക്ക് സമാനമായ തരത്തിലുള്ള പരാതിയാണ് ഇപ്പോ വീണ്ടും ഉയരുന്നത്. അത് ഒരു എന്താ പറയാ, അതായത് നേരത്തെ ഉയർന്നതുപോലെ തന്നെ ഗർഭിണിയാക്കാൻ ആക്കണമെന്ന് ആവശ്യപ്പെടുക, ശാരീരികമായി ഉപദ്രവിക്കുക, ഈ ലൈംഗിക ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന ക്രൂരമായ പീഡനങ്ങൾ നടത്തുക, അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KPCC പ്രസിഡന്റിനുമാണ് ഒരു പെൺകുട്ടി പരാതി അയക്കുന്നത്. സ്വാഭാവികമായും ആ പരാതി കണ്ടില്ലെന്ന് അടിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് അത് തുടരന്വേഷണത്തിനായി DGPക്ക് തന്നെ ഫോർവേഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി നേതാക്കൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ലഭിച്ച പരാതി DGPക്ക് പാർട്ടി നേതൃത്വം തന്നെ കൈമാറിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലത്തിലേക്ക് പോവില്ല എന്ന സന്ദേശം കൂടിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് തുടരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് നേതൃത്വം നീങ്ങാനാണ് സാധ്യത. ശരി, എന്തായാലും കടുത്ത നടപടികളിലേക്കാകും കോൺഗ്രസ് നേതൃത്വം കടക്കുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.